നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ലിഫ് ഹൗസ് എക്കാലത്തും ശ്രദ്ധേയമായ വസതിയാണ്. വാർത്തകളിൽ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്ഥിര കേന്ദ്രങ്ങളായ ക്ലിഫ് ഹൗസും കന്റോൺമെന്റ് ഹൗസും പരാമർശിക്കപ്പെടാറുമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഔദ്യോഗിക വസതികളാണ് ഇത്. ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ വസതിയും കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയും. 10 വർഷത്തെ കാലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷം ഇനി വി.ഡി. സതീശൻ അധികാരത്തിലേറുമ്പോൾ അടുത്തതായി അദ്ദേഹമാണ് ഇനി ക്ലിഫ് ഹൗസിൽ താമസിക്കാനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വി.ഡി. സതീശൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ഈ ആഴ്ച ഗൃഹപ്രവേശം നടത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ 10 കൊല്ലം സ്വൈര്യം കെടുത്തിയ മരപ്പട്ടികൾ ഇപ്പോഴും സജീവമാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ കന്റോൺമെന്റ് ഹൗസിൽ ഇതേ പ്രയാസങ്ങൾ അതിജീവിച്ചതാണ് സതീശനും. ക്ലിഫ് ഹൗസിലെ ഓടുകൊണ്ടുള്ള മേൽക്കൂരയിലെ ചോർച്ചയ്ക്കും വരുന്ന കാലവർഷത്തിലും മാറ്റൊന്നുമില്ല. വൻതുക ചെലവഴിച്ച് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കേണ്ടെന്നാണ് വി.ഡി. സതീശന്റെ നിർദ്ദേശം. 10,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന പൈതൃക മന്ദിരമായ ക്ലിഫ് ഹൗസിൽ 73 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണിക്ക് 2 വർഷം മുമ്പ് സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചിരുന്നു. സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചിലവഴിക്കുന്നത് ദുർവ്യായമല്ലെന്ന് അന്ന് പിണറായി പറഞ്ഞെങ്കിലും ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണിക്ക് അദ്ദേഹം അനുമതി നിഷേധിച്ചു. ഇതുകൂടാതെ 20ഓളം മന്ത്രിമന്ദിരങ്ങളിലും കന്റോൺമെന്റ് ഹൗസിലും വലിയ തോതിലുള്ള നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചിട്ടും അതാത് മന്ത്രിമാർ അനുമതി നൽകാതിരുന്നതിനാൽ നടന്നില്ല. എന്നാൽ മന്ത്രിയായിരിക്കെ A.K. ശശീന്ദ്രൻ താമസിച്ച കാവേരി മോടി കൂട്ടി. ക്ലിഫ് ഹൗസിലെ വീട്ടുപകരണങ്ങളും നീന്തൽക്കുളങ്ങളും എല്ലാം മികച്ച നിലവാരത്തിലാണെന്നാണ് റിപ്പോർട്ട്. ഇതെല്ലാം പരിപാലിക്കുന്നത് ടൂറിസം വകുപ്പാണ്. നന്ദൻകോട് 6 ഏക്കർ 25 സെന്റിലാണ് ക്ലിഫ് ഹൗസ്. 7 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. 15,000 ചതുരശ്ര അടിയാണ് വലിപ്പം. ഒരു ഓഫീസ് മുറി, ഒരു കോൺഫറൻസ് ഹാൾ, ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പരിചാരകരുടെയും ഉപയോഗത്തിനായി 2 ചെറിയ കെട്ടിടങ്ങളും കോമ്പൗണ്ടിലുണ്ട്. മൊത്തം 4.2 ഏക്കറാണ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട്. കോമ്പൗണ്ടിൽ വേറെ മന്ത്രിമന്ദിരങ്ങളുമുണ്ട്. കേരളീയ വാസ്തുശില്പ രീതിയും കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പ രീതിയും സംയോജിപ്പിച്ചതാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. ദേവസ്വം വകുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാൻ തിരുവിതാംകൂർ രാജഭരണകാലത്ത് 1939 ക്ലിഫ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1942 പണി പൂർത്തിയാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്ത് എക്സൈസ് കമ്മീഷണറും ഈ വസതിയിൽ താമസിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും ഈ കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ദിരം ഏറ്റെടുത്ത് ഗസ്റ്റ് ഹൗസായി ഉപയോഗിച്ചു. 1957 മുതൽ കെട്ടിടം മുഖ്യമന്ത്രിമാരുടെ വസതിയായി. വിവിധ സർക്കാരുകളുടെ കാലത്ത് പഴക്കമുള്ള ഈ കെട്ടിടം ഇടിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന നിർദ്ദേശമുയർന്നു. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമായതിനാൽ ഒരു സർക്കാരും ഇതിന് മുതിർന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങളും തൊഴുത്ത് നിർമ്മാണവും ഉൾപ്പെടെ നടത്തിയത്. റോസ് മുതൽ ഓർക്കിഡും റംബൂട്ടാനും വരെ ക്ലിഫ് ഹൗസ് വളപ്പിലുണ്ട്. 100-ൽ പരം ചെടികൾ. ഇതെല്ലാം നോക്കാൻ ജീവനക്കാരുമുണ്ട്. മികച്ച കന്നുകാലി ഇനങ്ങളിൽ ഒന്നായ സഹിവാൾ ഉൾപ്പെടെ 4 പശുക്കൾ, ജേഴ്സി, വെച്ചൂർ, ഹോൾസ്റ്റീൻ ഇനത്തിൽപ്പെട്ടതുമുണ്ട്. കന്നുകുട്ടികൾ 3 എണ്ണം. ദിവസവും 8 മുതൽ 12 ലിറ്റർ വരെ പാല് ലഭിക്കുന്നുണ്ട്. പാവൽ, പടവലം, കോവൽ, വെണ്ട, പയർ, തക്കാളി തുടങ്ങിയവയ്ക്ക് പുറമെ ശീതകാല പച്ചക്കറികളും അലങ്കാര ചെടികളും കൃഷി ചെയ്യുന്നു. ഭരണനിർവഹണ സ്ഥാപനമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള നന്ദൻകോട് കുന്നുകളിലാണ് ഈ മന്ദിരം. മുഖ്യമന്ത്രിമാർ ക്ലിഫ് ഹൗസിലെ താമസിക്കാവൂ എന്ന് ഒരു നിയമത്തിലുമില്ല. എന്നാൽ സംസ്ഥാന പിറവിക്ക് ശേഷം ആദ്യ മുഖ്യമന്ത്രിയായ EMS മുതലുള്ള മുഖ്യമന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും ഔദ്യോഗിക വസതിയാക്കിയത് ക്ലിഫ് ഹൗസ് ആണ്. ഇതിന് ചില അപവാദങ്ങളുമുണ്ട്. 1977 A.K. ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ അജന്ത ബംഗ്ലാവായിരുന്നു ഔദ്യോഗിക വസതി. K. കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് 1955 മുതൽ 1996 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ജനവും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2005-6 കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസുമാണ്
ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലേക്ക് മാറിയിരുന്നു. കെ കരുണാകരനായി നീന്തൽക്കുളം നിർമ്മിച്ചത് ഏറെ ചർച്ചയായിരുന്നു. കെ കരുണാകരന്റെ കാലത്ത് നിർമ്മിച്ച കുളത്തിൽ തന്റെ പട്ടി ടോമിയെ കുളിപ്പിക്കും എന്നായിരുന്നു നായനാർ പറഞ്ഞത്. വെറുതെ തട്ടിവിടുക മാത്രമല്ല, മുഖ്യമന്ത്രിയായ ആദ്യം ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോൾ ടോമിയെ നീന്തൽക്കുളം കാണിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. പട്ടിയെ അതിൽ കുളിപ്പിച്ചോ എന്ന് മാത്രം ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് അനുവദിച്ചതാണെങ്കിലും കൂട്ടത്തിൽ സീനിയർ കണ്ടോൺമെന്റ് ഹൗസാണ്. 1819 ബ്രിട്ടീഷ് സൈനിക മേധാവിക്ക് വേണ്ടിയാണ് കൊളോണിയൽ മാതൃകയിലുള്ള ഈ പൈതൃക കെട്ടിടം നിർമ്മിച്ചത്. 207 വർഷങ്ങളുടെ ചരിത്രം പേറിയാണ് ഈ പ്രൗഢ നിർമ്മിതിയുടെ നിൽപ്പ്. ക്ലിഫ് ഹൗസിന് 84 വയസ്സുമായി. 2 നൂറ്റാണ്ടിന്റെ കേരള ചരിത്രം ഉറങ്ങുന്ന മന്ദിരമാണ് കന്റോൺമെന്റ് ഹൗസ്. തിരുവിതാംകൂർ പട്ടാളത്തെ പിരിച്ചുവിട്ട് ബ്രിട്ടീഷ് സൈന്യം ഭരണം ഏറ്റെടുക്കുന്നത് 1805-ലാണ്. തിരുവനന്തപുരം നഗരത്തെ ഭൂമിശാസ്ത്രപരമായി വിഭജിച്ച ബ്രിട്ടീഷ് സൈന്യം പാളയം മുതൽ വടക്കോട്ടുള്ള പ്രദേശത്താണ് താമസമുറപ്പിച്ചത്. സൈനിക മേധാവിക്കായി പാളയത്തിന് സമീപം 1819-ലാണ് കന്റോൺമെന്റ് ഹൗസ് പൂർത്തിയാകുന്നത്. കൊളോണിയൽ ബംഗ്ലാവ് ശൈലിയിൽ വിശാലമായ ലേഔട്ടുകളും ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് വസതികളുടെ ഉയർന്ന മേൽത്തട്ടുകളും തറയോടുകളുമാണ് കന്റോൺമെന്റ് ഹൗസിന്റെ പ്രത്യേകത. 3 കിടപ്പുമുറികളും 3 ഹാളുകളുമുള്ള ഒറ്റനില കെട്ടിടത്തിന് ചുറ്റും വിശാലമായ വരാന്തയുണ്ട്. മുന്നിലുള്ള മെയിൻ ബ്ലോക്കിൽ 2 ഹാളുകൾ മാത്രമാണുള്ളത്. പുറകിലുള്ള കെട്ടിടത്തിലാണ് കിടപ്പുമുറികളും 1 ഹാളും ഉള്ളത്. വർഷങ്ങളായി നടന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വരാന്ത വേർതിരിച്ച് ഇപ്പോൾ 4 മുറികളാക്കി മാറ്റി. കെട്ടിടത്തിന് മുന്നിലായി വിരമിച്ച സൈനികർക്ക് വേണ്ടി വിവിധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പ് മുമ്പുണ്ടായിരുന്നു. സി കേശവൻ, പി കെ കുഞ്ഞ്, സി അച്യുതമേനോൻ, കെ കരുണാകരൻ, വി എസ് അച്യുതാനന്ദൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ ഇതിഹാസങ്ങൾ ഇവിടെ താമസിച്ചിട്ടുമുണ്ട്.